ട്രാൻസ്ജെൻഡർ ബിൽ ലോകസഭയിലും രാജ്യസഭയിലും പാസ്സായിരിക്കുന്നു. മനുഷ്യാവകാശത്തിനും ഭരണഘടനാ അവകാശത്തിനും മേലുള്ള ആണിയടിക്കലായിട്ടാണ് ഈ ബില്ലിന്റെ എല്ലാ വശങ്ങളെയും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ നിലപാടും നമ്മുടെ രാഷ്ട്രീയവും ഒന്നാകുമ്പോഴാണ് നമ്മളൊരു വ്യക്തിയായി മാറുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൾച്ചറലായിട്ട് ഇവർ അംഗീകരിക്കാൻ അവർ തയ്യാറാണ്, കൾച്ചറലായിട്ട് മാത്രം. അടുത്ത് വരുന്ന മെഡിക്കൽ ബോർഡിൽ ഞങ്ങളെക്കുറിച്ച് എന്തായിരിക്കും അവർ ഞങ്ങൾ ഊഹിക്കാനേ പറ്റുള്ളൂ. വെറുതെ വരുന്നവരും പോകുന്നവർക്കും ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി കാർഡ് എടുത്തു പോകാൻ പറ്റില്ല. കേരളത്തിലുള്ള എല്ലാ ട്രാൻസ്മെൻസിനും ഹിജഡ കൾച്ചർ രീതിയിൽ ജീവിക്കണം. യഥാർത്ഥ മുസ്ലിം അല്ലാത്ത മുസ്ലിം കണ്ടുപിടിക്കാനായിട്ട് ഇല്ല നമ്മൾ ഈ ബില്ലിനെ ഇങ്ങനെയൊന്നും ബയസ്ഡായി പോകരുത് എന്നാണ്. 90% ട്രാൻസ് വ്യക്തികളും ട്രാൻസ് വുമണായിട്ടുള്ള ആളുകളും ജീവിക്കുന്നത് പറ്റില്ല. ഇത് തന്നെയാണ്. ഒരു മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ എന്താണ് തെളിയിക്കേണ്ടത്? കാക്കേ കൂടെ ഇവിടെ അതിന്റെ ഇംഗ്ലീഷ് തർജ്ജിമയല്ല. സ്കൂൾ വരുമ്പോൾ അതിഥി ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായിക്കോളും തുണി പൊക്കിയാണോ അല്ലെങ്കിൽ തുണി മാറ്റിയാണോ പരിശോധിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാനുള്ള ഒരു റൈറ്റും ഇല്ല എന്നുള്ളതാണ്. ഇവിടുത്തെ കോടതികൾക്കപ്പുറമാണ് ചില മനുഷ്യരെന്നുള്ളത് നമുക്ക് സുപ്രീം കോടതിയിൽ കാണാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ.